ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 11-ാം അധ്യായം. ബ്രാഹ്മണ ഉവാച. അഘോവിദ കോവിദവാദവാദാൻ വദസ്യതോ നാദിവിധാം വരിഷ്ഠഃ ന സൂര്യോ ഹി വ്യവഹാരമേനം തത്വാവമർശേന സഹാമനന്തി. ബ്രാഹ്മണൻ പറഞ്ഞു, ഹേ രാജൻ, അങ്ങ് പരമാർത്ഥത്തിൽ വിദ്വാനല്ലെങ്കിലും വിദ്വാൻമാർ പറയുന്ന നിലയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് പരമാർത്ഥജ്ഞാനികളിൽ ഉത്കൃഷ്ടനല്ല. എന്തുകൊണ്ടെന്നാൽ സ്വാമി, ഭൃത്യൻ, രാജാവ്, പ്രജകൾ എന്നീ വ്യവഹാരങ്ങൾ പരമാർത്ഥമാണെന്ന് വിദ്വാൻമാർ പറയുന്നില്ല. വിചാരം ചെയ്യുവാൻ സാധിക്കാത്തവർ ഇതിനെ സത്യമായിട്ട് ധരിക്കുന്നുവെങ്കിൽ അത് പ്രമാണമല്ല. അനുഭവജ്ഞാനമുള്ളവർ ഈ ലോകവ്യവഹാരം അവിചാരിത രമണീയമെന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. ആലോചിക്കാത്തതുകൊണ്ട് മാത്രം രമ്യമാണെന്ന് തോന്നുന്നുവെങ്കിലും വാസ്തവത്തിൽ അതിൽ സാരമില്ല എന്ന് അനുഭവത്താൽ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സത്യമെന്ന പോലെ ആഭാസിക്കുന്ന വ്യവഹാര സമ്പ്രദായത്തെ സത്യത്വേന നിശ്ചയിച്ചിട്ട് സത്യമല്ലെന്നിരിക്കലും യുക്തി കൊണ്ട് സത്യമെന്ന പോലെ തോന്നിക്കുന്ന വാദങ്ങളെ പുറപ്പെടുവിച്ച അങ്ങ് പരമാർത്ഥം അറിഞ്ഞവരിൽ ഉൾപ്പെടുന്നില്ല. തദൈവ രാജൻ ഉരുഗാർഹമേത വിധാനവിദ്യോരു വിജൃംഭിതേഷു ന വേദവാദേഷു ഹി തത്വവാദഃ പ്രായേണ ശുദ്ധോനു ചകാസ്തി സാധുഃ. ലോകവ്യവഹാരത്തിൽ പാരമാർത്ഥ്യമില്ലാത്തതുപോലെ തന്നെ ഹേ രാജൻ, വേദം വിധിച്ചിരിക്കുന്ന കർമ്മവ്യവഹാരങ്ങളിലും പാരമാർത്ഥ്യമില്ല. ഗൃഹസ്ഥധർമ്മങ്ങളെ ആശ്രയിച്ചിരിക്കുന്നവർ അനുഷ്ഠിക്കേണ്ടതായി വിവരിക്കുന്ന ബഹുവിധ കർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന വേദഭാഗങ്ങളിൽ ഹിംസാദി ദോഷങ്ങൾ കൂടാതെ പരിശുദ്ധമായും രാഗദ്വേഷാദി വൃത്തികൾ കൂടാതെ സാധുവുമായിരിക്കുന്ന പരമാർത്ഥ സംഗതി പ്രായേണ വിളങ്ങുന്നില്ല. അതുകൊണ്ട് ലൗകിക വ്യവഹാരമെന്ന പോലെ തന്നെ കർമ്മകാണ്ഡ വ്യവഹാരവും പരമാർത്ഥമല്ലെന്നുള്ള ബോധം അങ്ങയ്ക്കുണ്ടായിരിക്കണം. ന തസ്യ തത്വഗ്രഹണായ സാക്ഷാദ്വരീയസീരവിവാച സമാസൻ സ്വപ്നേ നിരുക്ത്യ ഗൃഹമേധി സൗഖ്യം നയസ്യ ഹേയാനുമിതം സ്വയം സ്യാത്. എന്നാൽ വേദാന്താദി ശാസ്ത്രങ്ങൾ അഭ്യസിച്ചവരും വേദോക്ത കർമ്മങ്ങളിൽ പ്രവർത്തിക്കുന്നതായിട്ട് ലോകത്തിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ വേദോക്ത കർമ്മങ്ങൾ ഗ്രാഹ്യങ്ങളല്ല എന്ന് വരുന്നത് എങ്ങനെയെന്ന് ശങ്കിക്കേണ്ട. വേദവാക്കുകൾ പൂജ്യകൾ തന്നെയെങ്കിലും വിഷയവിരക്തി വരാതിരിക്കുന്ന ഒരുവന് പരമാർത്ഥജ്ഞാനത്തെ ജനിപ്പിക്കുവാനുള്ള ശക്തി കർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന വേദവാക്യങ്ങൾക്കുമില്ല. ഗൃഹസ്ഥാശ്രമികൾക്കുള്ള സുഖം ഏറ്റവും തുച്ഛമാണെന്നുള്ള ബോധം ജനിപ്പിക്കുവാനായി സ്വപ്നത്തിൽ കാണുന്ന സുഖവും ഗൃഹസ്ഥാശ്രമ സുഖവും ഒരുപോലെയാണ് എന്ന് വേദാന്തം ഘോഷിക്കുന്നു. അതിൽ നിന്ന് ഇഹലോകത്തിലും പരലോകത്തിലുമുള്ള വിഷയസുഖങ്ങൾ അല്പകാലം മാത്രം നിലനിൽക്കുന്നവയും വിചാരം ചെയ്യാത്തത് കൊണ്ട് മാത്രം സത്യമാണെന്ന് തോന്നുന്നവയുമാണ്. വാസ്തവത്തിൽ സത്യത്വം അവയ്ക്കില്ല എന്ന് അനുമാനിച്ചറിയുവാൻ ആർക്ക് ശക്തിയില്ലയോ, വിഷയവിരക്തി ആർക്കുണ്ടായിട്ടില്ലയോ, അവർക്ക് പരമാർത്ഥമായ ആത്മാനന്ദം അനുഭവപ്പെടുകയില്ല. ആത്മാനന്ദം അനുഭവിച്ചവർ വിഷയസുഖം തുച്ഛമാണെന്നറിയുകയും അതിനെ വെറുക്കുകയും ചെയ്യും. ആത്മസാക്ഷാത്കാരമില്ലാത്തവർ വേദോക്ത കർമ്മങ്ങളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അവ തത്വജ്ഞാനത്തെ ജനിപ്പിക്കുന്നതിന് പര്യാപ്തങ്ങളായിട്ട് വരുന്നതുമല്ല. യാവൻ മനോരജസാ പുരുഷസ്യ സത്വേന വാ തമസാ വാനുരുദ്ധം ഛേദോഭിരാഗോതിഭിരാതനോതി നിരങ്കുശം കുശലം ഛേദരം വാ. രാജാവ് പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിൽ കാണുന്ന വ്യവഹാരം സത്യമായിട്ടുള്ളതല്ലെന്ന് സാധിച്ചതിൻ്റെ ശേഷം സംസാരം തന്നെ സത്യമല്ലെന്ന് സാധിപ്പിക്കാനായിക്കൊണ്ട് മനസ്സാണ് സംസാരത്തിൻ്റെ മൂലകാരണമെന്ന് ബോധിപ്പിക്കുന്നു. ഹേ രാജൻ, മനസ്സ് എത്ര കാലം വരെ രജസ്, സത്വം, തമസ് എന്നീ ഗുണങ്ങൾക്ക് അധീനപ്പെട്ടിരിക്കുന്നുവോ അത്ര കാലവും സ്വതന്ത്രമായിട്ട് ഇഹലോകത്തിലും പരലോകത്തിലും സിദ്ധിക്കാവുന്ന തുച്ഛസുഖങ്ങളെ ആഗ്രഹിക്കുകയും അവയെ സമ്പാദിപ്പാൻ ഉപകരിക്കുന്ന പുണ്യമോ പാപമോ സമ്മിശ്രമോ ആയ കർമ്മങ്ങളെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് നടത്തുകയും ചെയ്യുന്നു. നവാസനാത്മാ വിഷയോ പരക്തോ ഗുണപ്രവാഹോ വികൃതഷോഡശാത്മാ ബിഭ്രത്പ്രദജ്ഞാമഭിരൂപഭേദമന്തർബഹിഷ്ട്വം ച പുരൈസ്തനോതി. പുണ്യപാപ കർമ്മങ്ങളിൽ നിന്ന് ജനിക്കുന്ന ധർമാധർമ്മ വാസനകളോടുകൂടിയ ആ മനസ്സു തന്നെ അനേകവിധ ശരീരങ്ങളെയും ദേവന്മാർ, മനുഷ്യർ ഇത്യാദി ഭിന്നങ്ങളായ നാമങ്ങളെയും വഹിച്ചിട്ട്
വേദോക്ത കർമ്മങ്ങൾക്ക് അധികാരികൾ അനധികാരികൾ എന്ന കൽപ്പനയാൽ ഉത്കൃഷ്ടം നികൃഷ്ടം എന്ന ഭേദത്തെ ജനിപ്പിക്കുന്നു. അതിനു കാരണം ധർമാധർമ്മവാസനകൾക്ക് അധീനമായ മനസ്സ് കാമാദിവൃത്തികൾ നിമിത്തം വികാരപ്പെടുകയും സത്വരജസ് തമോ ഗുണങ്ങൾക്ക് അധീനമാകുകയും ചെയ്യുകയാൽ വിഷയങ്ങളെ ആഗ്രഹിക്കുന്നതുകൊണ്ട് വിവിധങ്ങളായ കർമ്മങ്ങൾ ചെയ്യുകയും തദ്ഫലങ്ങളായിട്ട് ദേവാദി ശരീരങ്ങളിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. കർമ്മങ്ങൾ ചെയ്യുന്നത് ദേഹേന്ദ്രിയങ്ങൾ കൊണ്ടാണെങ്കിലും പഞ്ചഭൂതങ്ങളും 11 ഇന്ദ്രിയങ്ങളുമടങ്ങിയ 16 അംശങ്ങളുടെ പ്രേരകത്വം വഹിച്ചിരിക്കുന്നത് മനസ്സാകയാൽ ആ 16ൽ മുഖ്യത്വം മനസ്സിനു തന്നെയാകുന്നു. ആത്മാവിൻ്റെ ഉപാധിയായ മനസ്സിനെ തന്നെ ആത്മാവായിട്ട് നിശ്ചയിച്ചത് മനസ്സിൻ്റെ ശുദ്ധിയെയും അശുദ്ധിയെയും അനുസരിച്ചാണ് ആത്മപ്രകാശം അനുഭവപ്പെടുന്നത് എന്ന സംഗതി നിമിത്തമാകുന്നു. ദുഃഖം സുഖം വ്യതിരിക്തം ച തീവ്രം കാലോപപന്നം ബലമാവനക്തി ആലിംഗ്യമായ രജിതാന്തരാത്മാ സ്വദേഹിനം സംസൃതി ചക്രകൂടഃ. ആത്മാവിൻ്റെ അഭിവ്യക്തി സ്ഥാനമായിട്ട് മായയാൽ നിർമ്മിക്കപ്പെട്ട ആ മനസ്സ് ആത്മാശ്രയം നിമിത്തം ആർക്കും തടുക്കുവാൻ കഴിയാത്തതായ കാലത്താൽ വന്നുചേരുന്ന ദുഃഖം സുഖം മോഹം എന്നിവയെ സകല ദേഹത്തിലുമിരുന്ന് അനുഭവപ്പെടുത്തുന്നതിനാൽ ആ മനസ്സു തന്നെയാകുന്നു സംസാരചക്രത്തെ ചലിപ്പിക്കുന്നത്. താവാനയം വ്യവഹാര സദാ വീക്ഷേത്രജ്ഞസാക്ഷ്യോ ഭവതി സ്ഥൂലസൂക്ഷ്മഃ തസ്മാന്മനോലിംഗമതോ വദന്തി ഗുണാഗുണത്വസ്യ പരാവരസ്യ. എത്ര കാലം വരെ മനസ്സിപ്രകാരം വിഷയാസക്തമായിരിക്കുന്നുവോ അത്ര കാലവും ജാഗ്രതവസ്ഥയിൽ സ്ഥൂലമായും സ്വപ്നാവസ്ഥയിൽ സൂക്ഷ്മമായും നടക്കുന്ന സകല വ്യവഹാരവും ആത്മാവിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നതായിട്ട് വിളങ്ങുന്നു എന്നുതന്നെയല്ല, സത്വാദി ഗുണസംബന്ധം നിമിത്തം ഉത്കൃഷ്ടകളായ ദേവാദിയോനികളിൽ ജനിക്കുന്നതിനും രാജസ താമസ ഗുണസംബന്ധം നിമിത്തം നീചയോനികളിൽ ജനിക്കുന്നതിനും ഗുണസംഗം ഇല്ലാതെയായാൽ സംസാരബന്ധത്തിൽ നിന്ന് മുക്തി പ്രാപിക്കുന്നതിനും കാരണം മനസ്സാണെന്നു തന്നെ വിവേകികൾ നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനസ്സാണ് വ്യവഹാരത്തെ സത്യമെന്ന് തോന്നിക്കുന്നത്. ആ മനസ്സാകട്ടെ മായ നിമിത്തമുണ്ടായിരിക്കുന്നതാകുന്നു. ഞാനാകട്ടെ മായാഗുണങ്ങളിൽ നിന്ന് അതിക്രമിച്ചിരിക്കയാൽ സംസാരവും അതിൽ കാണുന്ന വ്യവഹാരവും സത്യമല്ലെന്നറിഞ്ഞിരിക്കുന്നതിനാൽ മനസ്സു നിമിത്തമുണ്ടാകുന്ന ഉത്കൃഷ്ട നികൃഷ്ട സുഖ ദുഃഖാദി ഭാവങ്ങളിൽ നിന്ന് അതിക്രമിച്ചിരിക്കുന്നു. അങ്ങാകട്ടെ മനോഗുണങ്ങൾക്ക് അധീനനായിരിക്കുകയാൽ വ്യവഹാരം സത്യമാണെന്ന് വിചാരിക്കുന്നവനാകുന്നു. നിദ്രാകാലത്തിൽ സ്വപ്നപദാർത്ഥങ്ങൾ സത്യങ്ങളെന്ന് തോന്നുന്നതുപോലെ അജ്ഞാനദശയിൽ പ്രപഞ്ചം സത്യമെന്ന് തോന്നും. എങ്കിലും ഉണർന്നവർ സ്വപ്നപദാർത്ഥങ്ങളുടെ മിഥ്യാഭാവത്തെ അനുഭവത്തിൽ അറിയുന്നതുപോലെ ആത്മതത്വം സാക്ഷാത്കരിച്ചവർ പ്രപഞ്ചം മിഥ്യയാണെന്നും അനുഭവത്തിൽ അറിയുന്നു എന്ന് സാരം. ഗുണാനുരക്തം വ്യസനായ ജന്തോഃ ക്ഷേമായ നൈർഗുണ്യമതോ മനസ്സ്യാത് യഥാ പ്രദീപോ ഹൃദവർത്തിമശ്നൻ ശിഖാ സധൂമാ ഭജതി ഹ്യന്നദാസ്വം പദം തഥാ ഗുണകർമാനുബന്ധം വൃത്തിർമനസ്രയതേന്യത്ര തത്വം. മനസ്സ് ഗുണകാര്യങ്ങളായ വിഷയങ്ങളെ ആഗ്രഹിക്കുന്നതായിട്ട് പ്രാണികൾക്ക് ജന്മമരണാദി സംസാര ദുഃഖത്തെ ജനിപ്പിക്കുന്നു. ഗുണബന്ധത്തിൽ നിന്ന് വിട്ടതായിട്ട് മോക്ഷത്തെയും ജനിപ്പിക്കുന്നു. നെയ്യൊഴിച്ച് തിരിയുമിട്ട ശേഷം അതിൽ അഗ്നിയെ യോജിപ്പിക്കുമ്പോൾ പുകയോടുകൂടി ജ്വാലകൾ അഗ്നിക്ക് ഉണ്ടാകുന്നു. നെയ്യും തിരിയും തീർന്നാൽ മഹാഭൂതമായിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ മനസ്സും ഗുണകർമ്മങ്ങളുടെ സംയോഗം നിമിത്തം കാമാദിവൃത്തികളെ ആശ്രയിക്കുന്നു. ഗുണകർമ്മം ബന്ധമില്ലാതെയായാൽ ആനന്ദരൂപമായി പരിണമിക്കുകയും ചെയ്യുന്നു. ബന്ധമോക്ഷങ്ങൾക്ക് കാരണം സഗുണ നിർഗുണമായ മനസ്സു തന്നെ. ഏകാദശാസൻ മനസോ ഹി വൃത്തയഃ ആകൂദയ പഞ്ചദിയോഭിമാനഃ മാത്രാണി കർമാണി പുരം ജതാസാം വദന്തി ഹൈകാദശ വീരഭൂമിഃ. മനസ്സിന് 11 വൃത്തികളുണ്ട്. ക്രിയാരൂപ വൃത്തികൾ 5, ജ്ഞാനരൂപ വൃത്തികൾ 5, അഭിമാനരൂപ വൃത്തി 1, ഇങ്ങനെ 11. ഈ വൃത്തികളുടെ വിഷയങ്ങൾ ശബ്ദാദികളായ തന്മാത്രങ്ങൾ 5, ഗമനാദികളായ കർമ്മങ്ങൾ 5, അഭിമാനത്തിന് വിഷയം ശരീരം തന്നെ. ഇങ്ങനെ 11 വിഷയങ്ങളെ ആശ്രയിച്ചാണ് മനസ്സിൻ്റെ 11 വൃത്തികൾ നിലനിൽക്കുന്നത്. ഹേ വീര, ഈ ഭൂമികളെ ജയിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ വീരനാകുകയുള്ളൂ. അതിനായി ശ്രമിക്കുക. മനസ്സിൻ്റെ സഞ്ചാരസ്ഥാനങ്ങളായതുകൊണ്ടാണ് 11 വൃത്തികളെ ഭൂമികളായി കൽപ്പിച്ചത്.
ഗന്ധാകൃതിസ്പർശരസസ്രവാംസി വിസർഗരത്യർത്ഥവിജൽപശില്പാഃ ഏകാദശം സ്വീകരണം മമേതി ശയ്യാമഹം ദ്വാദശമേക ആഹുഃ. ഗന്ധം, രൂപം, സ്പർശം, രസം, ശബ്ദം എന്നീ 5 വിഷയങ്ങളെ നാസിക, നേത്രം, ത്വക്ക്, ജിഹ്വ, ശ്രോത്രം എന്ന 5 ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടി മനസ്സറിയുന്നു. മലവിസർജനം, സ്ത്രീ-പുരുഷ സംയോഗജന്യമായ സുഖം, സഞ്ചാരം, സംഭാഷണം, ഗ്രഹണം, ആദാനം എന്നീ വക പ്രവൃത്തികൾ ഗുദം, ഉപസ്ഥം, പാദം, വാക്ക്, ഹസ്തം എന്നീ 5 കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സ് ചെയ്യുന്നു. എൻ്റേതെന്നുള്ള അഭിമാനത്തിന് ശരീരവും ആസ്പദമായിരിക്കുന്നു. ഇങ്ങനെ 11 വൃത്തികൾ മനസ്സിനുണ്ട്. വിവേകികളായ വേറെ ചിലർ അഹങ്കാരത്തെയും മനസ്സിൻ്റെ വൃത്തിയായിട്ട് കൽപ്പിച്ചിരിക്കുന്നു. അഹങ്കാരത്തിന് ശയ്യ എന്നുകൂടി പേരുണ്ട്. ഇതിനെ 12ാമത്തെ വൃത്തിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. ദേഹേന്ദ്രിയാദികളെ ഞാനെന്ന് അഭിമാനിച്ചുകൊണ്ട് മനസ്സ് അഹങ്കാരത്തിൽ ശയിക്കുന്നതുകൊണ്ട് അഹങ്കാരത്തിന് ശയ്യാസ്ഥാനം കൽപ്പിച്ചു. മനസ്സിൻ്റെ ആ കൽപ്പനത്തിനും കാരണമായിരിക്കുന്ന ബോധസ്വരൂപനായ ആത്മാവിന് പുരുഷൻ എന്നുള്ള പേരും സിദ്ധിച്ചു. ദ്രവ്യസ്വഭാവാശയകർമ്മകാലൈരേകാദശാമി മനസോ വികാരാഃ സഹസ്രശതശകോടിശ്ച ക്ഷേത്രജ്ഞതോനമിതോനസ്വദസ്യൂഃ. ശബ്ദാദികളായ ദ്രവ്യങ്ങൾ, അവയുടെ പരിണാമത്തിന് കാരണമായ സ്വഭാവം, സംസ്കാരവിശേഷം, പുണ്യപാപലക്ഷണ കർമ്മരൂപമായ അദൃഷ്ടം, എല്ലാറ്റിനെയും ഉദ്ബോധിപ്പിക്കുന്ന ശക്തിരൂപമായ കാലം എന്നിവ ഹേതുവായിട്ട് മനസ്സിൻ്റെ മുൻപറഞ്ഞ 11 വൃത്തികൾ എത്രയോ 100ആയിട്ടും 1000ആയിട്ടും കോടിയായിട്ടും ഭവിക്കും. അവ സ്വതമേയുള്ളവയല്ല, അന്യോന്യം ചേർന്നുണ്ടാകുന്നവയുമല്ല. അനന്തശക്തിയായ ഈശ്വരൻ്റെ സന്നിധാനം നിമിത്തം വാസനാരൂപമായ അന്ധഃകരണത്തിലുള്ളവ എൻ്റേതെന്ന ഭാവത്തിൽ വിളങ്ങുകയാകുന്നു. ക്ഷേത്രജ്ഞയേതാ മനസോ വിഭൂതിർജീവസ്യ മായാ രജിതസ്യ നിത്യാഃ ആവിർഹിതാ ക്വാപി തിരോഹിതാശ്ച ശുദ്ധോ വിചഷ്ടേഹ്യ വിശുദ്ധകർത്തൃഃ. ഗുണകർമ്മങ്ങളോട് ചേരുന്ന മനസ്സിൽ വൃത്തികളുണ്ടാകുന്നുവെന്ന് മുകളിൽ 3 ശ്ലോകം കൊണ്ട് വിസ്തരിച്ചു. ഗുണകർമ്മങ്ങളിൽ നിന്ന് നിർമുക്തമാകുമ്പോൾ ആ മനസ്സു തന്നെ തത്വത്തെ ആശ്രയിച്ച് ആനന്ദത്തിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞതിനെ വിവരിക്കുന്നു. മായാകാര്യമായി പരിണമിച്ചിരിക്കുന്ന ജീവോപാധിയായ മനസ്സിൻ്റെ സംസാര വാസന നിമിത്തം പരമ്പരാസിദ്ധങ്ങളായ കാമാദിവൃത്തികൾ ജാഗ്രത് സ്വപ്നാവസ്ഥകളിൽ ഉദ്ഭവിക്കുന്നതിനെയും സുഷുപ്തി, മൂർച്ഛ, സമാധ്യവസ്ഥകളിൽ മറഞ്ഞിരിക്കുന്നതിനെയും ശരീരാദ്യുപാധികളുടെ സംബന്ധത്തിൽ നിന്ന് വിട്ടിരിക്കുന്നതിനാൽ നിർവികാരിയും പരിശുദ്ധനുമായ ആത്മാവ് കാണുന്നു. ആത്മാവ് മനോവൃത്തികളുടെ സാക്ഷിത്യം വഹിക്കുന്നതല്ലാതെ മനോവൃത്തികൾ നിമിത്തമുള്ള വികാരങ്ങൾക്ക് അധീനനല്ലെന്നു സാരം. മനോരൂപമായിരിക്കുന്ന ഉപാധിയുള്ള അശുദ്ധ ചൈതന്യം ജീവൻ, അതിൻ്റെ സാക്ഷിയായ ശുദ്ധ ചൈതന്യം ആത്മാവ് എന്ന് ധരിക്കണം. ക്ഷേത്രജ്ഞ ആത്മാ പുരുഷ പുരാണഃ സാക്ഷാത് സ്വയം ജ്യോതിരജപരേശഃ നാരായണോ ഭഗവാൻ വാസുദേവഃ സ്വമായയാത്മന്യവതീയമാനഃ. ക്ഷേത്രജ്ഞൻ്റെ സ്വരൂപത്തെ വിവരിക്കുകയാണ്. ക്ഷേത്രജ്ഞൻ 2 വിധം. ത്വം എന്ന പദത്തിൻ്റെ വാച്യാർത്ഥമായിരിക്കുന്ന ജീവനെന്നും തത്പദത്തിൻ്റെ വാച്യാർത്ഥമായ ഈശ്വരനെന്നും നാമധേയത്താൽ പറയപ്പെടുന്നു. അതിൽ ജീവസ്വരൂപത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ശരീരേന്ദ്രിയാദികളുടെ സർവ്വവ്യാപാരങ്ങളെയും അറിയുന്നതുകൊണ്ട് ക്ഷേത്രജ്ഞൻ എന്നും, എങ്ങും വ്യാപിച്ചിരിക്കുന്നതിനാൽ ആത്മാവ് എന്നും, സകല ജഗത്തിൻ്റെ കാരണഭൂതനാകയാൽ പുരാണനെന്നും, എങ്ങും നിറഞ്ഞിരിക്കുന്നതിനാൽ പുരുഷനെന്നും, അനുഭവരൂപേണ എല്ലാവരിലും പ്രകാശിക്കുന്നതുകൊണ്ട് സാക്ഷാത്തായി പ്രകാശിക്കുന്നവൻ എന്നർത്ഥമായ സാക്ഷാത് സ്വയം ജ്യോതിസ് എന്നും, ജനന മരണാദികളില്ലാത്തതിനാൽ അജനെന്നും, ബ്രഹ്മാദികളുടെ ഈശ്വരനാകയാൽ പരേശനെന്നും, ജീവസമൂഹത്തെ അവരവരുടെ സമുചിത കർമ്മങ്ങളിൽ ഏർപ്പെടുത്തുന്നവനാകയാൽ നാരായണനെന്നും, സർവഭൂതങ്ങളുടെയും ആശ്രയഭൂതനായതുകൊണ്ട് വാസുദേവനെന്നും, സർവൈശ്വര്യ പരിപൂർണനായതുകൊണ്ട് ഭഗവാനെന്നും, സ്വാധീനയായിരിക്കുന്ന മായയെ ആശ്രയിച്ചിട്ട് ജീവസമൂഹത്തിൻ്റെ നിയന്താവായിട്ട് വിളങ്ങുന്നവനെന്നും പറയപ്പെടുന്നവൻ ഈശ്വരനാകുന്നു. യഥാനിലസ്ഥാവരജംഗമാനാത്മസ്വരൂപേണ നിവിഷ്ട ഈശേത് ഏവം പരോ ഭഗവാൻ വാസുദേവഃ ക്ഷേത്രജ്ഞ ആത്മേദമനുപ്രവിഷ്ടഃ. ഈശ്വരൻ്റെ സർവ്വവ്യാപകതയും സർവ്വനിയന്ത്രത്വത്തെയും ദൃഷ്ടാന്തപൂർവം ഉപദേശിക്കുന്നു.
എങ്ങും വ്യാപിച്ചിരിക്കുന്ന വായു പ്രാണസ്വരൂപനായിട്ട് ചരാചരങ്ങളുടെയും ഉള്ളിൽ പ്രവേശിച്ചിട്ട് അവയെ നിലനിർത്തുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നതുപോലെ പ്രപഞ്ച സംബന്ധമില്ലാത്തവനും സർവൈശ്വര്യപൂർണനും സർവാധാരനും സാക്ഷിയുമായിരിക്കുന്ന ഈശ്വരൻ സർവാന്തരനായിട്ട് ഈ ജഗത്തിൽ പ്രവേശിക്കുകയും സകലത്തെയും നിയമിക്കുകയും ചെയ്യുന്നു. ഉള്ളിലും പുറത്തും എങ്ങും എപ്പോഴും നിരന്തരമായിരിക്കുന്ന പരിപൂർണ ചൈതന്യത്തിന് പ്രവേശമോ നിർഗമനമോ ഒരു കാലത്തുമില്ല. ജഡവസ്തുക്കളായ ശരീരേന്ദ്രിയാദികൾ ആ പരിപൂർണ ചൈതന്യത്തിൻ്റെ സാന്നിധ്യ നിമിത്തം പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് പ്രവിഷ്ടൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നയാവദേദാം തനുബൃന്നരേന്ദ്ര വിദൂയമായാം വൈനോദയേന വിമുക്തസങ്കോജിതഷട്സവത്നോ വേദാത്മതത്വം പ്രമദീഹ താവത്. ആത്മാവിന് സംസാര സംബന്ധമില്ല, സംസാരം മിഥ്യയാകുന്നു എന്ന് പറഞ്ഞുറപ്പിച്ച ശേഷം സംസാരബന്ധത്തിൽ നിന്ന് വിട്ടുപോകാനുള്ള മാർഗം ഉപദേശിക്കുന്നു. ഹേ രാജാവേ, ശരീരത്തെ ധരിച്ചിരിക്കുന്ന ഏതൊരുവനും ജ്ഞാനോദയത്താൽ ശരീരേന്ദ്രിയാദികളിൽ ആത്മഭാവത്തെ ജനിപ്പിക്കുന്ന അവിദ്യയെ, മായയെ നശിപ്പിക്കണം. സകല വിഷയങ്ങളിൽ നിന്നും വിട്ടിരിക്കണം. കാമാദികളായ 6 വൃത്തികളാണ് ആത്മസ്വരൂപത്തെ മറയ്ക്കുന്ന ശത്രുക്കൾ. അവയെ ജയിക്കണം. സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവിനെ അപരോക്ഷമായി അറിയണം. ഏതുകാലം വരെ ഈ അറിവ് ഉണ്ടാകാതിരിക്കുന്നുവോ ആ കാലം വരെ ജീവൻ ഈ സംസാരത്തിൽ ഓരോ ശരീരികളെ ധരിക്കുകയും അവയെ ഉപേക്ഷിച്ച് സ്വർഗനരകാദി ലോകങ്ങളിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. നയാവതേ തന്മന ആത്മലിംഗം സംസാരതാപാവനം ജനസ്യ യച്ഛോകമോഹാമയരാഗലോപ വൈരാനുബന്ധം മമതാം വിദത്തേ. ജീവോപാധിയായിരിക്കുന്ന ഈ മനസ്സാണ് സകല ജനങ്ങൾക്കും സംസാര ദുഃഖത്തെ ജനിപ്പിക്കുന്ന മൂലസ്ഥാനം എന്നറിയാതിരിക്കുന്നിടത്തോളം കാലം ജനനമരണ രൂപമായ സംസാര സമുദ്രത്തിൽ നിന്ന് കര കയറുകയില്ല എന്നറിയുക. എന്തുകൊണ്ടെന്നാൽ ആ മനസ്സിൻ്റെ സ്വഭാവം തന്നെ ദുഃഖാദികളെയും അതിന് കാരണമായിരിക്കുന്ന എൻ്റേതെന്നുള്ള ഭാവത്തെയും ജനിപ്പിക്കുക എന്നതാകുന്നു. ശരീരാദിഭാവങ്ങളിൽ അഭിമാനിക്കുക നിമിത്തം ശരീരസുഖഹേതുക്കളായ പദാർത്ഥങ്ങളുടെ നാശത്തിൽ ശോകം, ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്തുകൂടാ എന്നുള്ള നിയമമില്ലായ്മയാകുന്ന മോഹം, അധർമ്മം നിമിത്തം രോഗാദികൾ, പദാർത്ഥങ്ങളിൽ താത്പര്യമുണ്ടായതു പോരാ ഇനിയും അധികം വേണമെന്നുള്ള വിചാരമാകുന്ന ലോഭം, അതിനെ വിരോധിക്കുന്നവരിൽ മത്സരം എന്നിവയെയും ശരീരം, ഗൃഹധനാദികൾ ഇവയിൽ മമതയെയും ജനിപ്പിക്കുക എന്നത് മനസ്വഭാവമാകുന്നു. ഈ മനസ്സാണ് ശത്രു എന്നറിയാത്തതുകൊണ്ടാണ് സംസാരബന്ധം നശിക്കാതിരിക്കുന്നത്. ഭ്രാതവ്യമേനം തതബ്രവീര്യമുപേക്ഷയാദ്യേദിതമപ്രമത്തഃ ഗുരോർഹരേശ്ചരണോപാസനാസ്ത്രോ ജഹിവ്യളീകം സ്വയമാത്മമോഷം. തത്വം ഉപദേശിച്ച ശേഷം ഇനി ചെയ്യേണ്ട കാര്യത്തെ ഉപദേശിക്കുന്നു. മനസ്സാണ് പരമാർത്ഥത്തിൽ ശത്രു. ആ ശത്രുവിനെ കാര്യമാക്കാതെ വിട്ടതുകൊണ്ട് വല്ലാതെ ശക്തി വർദ്ധിച്ചുമിരിക്കുന്നു. സ്വതേ തന്നെ വലുതായ പരാക്രമം ആ ശത്രുവിനുണ്ട്. വാസ്തവത്തിൽ സ്വരൂപം തന്നെയില്ലാതെ മിഥ്യാഭൂതനാണ് ഈ ശത്രു എങ്കിലും ആത്മാവിനെ തന്നെ മറയ്ക്കുന്നതായ മഹാപരാധത്തെ ചെയ്യുന്നവനാകയാൽ ആ ശത്രുവിനെ നശിപ്പിക്കുന്ന കാര്യത്തിൽ അതിശ്രദ്ധയുള്ളവനായിരിക്കുക. ശ്രീ ഗുരുവാകുന്ന ശ്രീഹരിയുടെ പാദസേവയാകുന്ന അസ്ത്രം കൊണ്ടല്ലാതെ ഈ ശത്രുവിനെ നിഗ്രഹിപ്പാൻ സാധിക്കുകയില്ല. ഹേ രാജൻ, ആ അസ്ത്രം സമ്പാദിച്ച് ശത്രു സംഹാരം ചെയ്യേണ്ടത് രാജാവായ അങ്ങയുടെ കർത്തവ്യമാണെന്ന് അറിഞ്ഞുകൊള്ളുക. ബാഹ്യശത്രുക്കളെ സംഹരിക്കുന്നത് കൊണ്ടല്ല പരാക്രമം സഫലമാകുന്നത്. ആന്തരശത്രുക്കളായ കാമാദിവൃത്തികളെ സംഹരിച്ച് സബല പരാക്രമിയാവാൻ ഗുരുവായ ഭഗവാനെ സമാശ്രയിച്ചാലും. 11-ാമത്തെ അധ്യായം സമാപിച്ചു. 12-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.